സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടിക ഒരു വട്ടം കൂടി പുതുക്കും. തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തു നൽകി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഇലക്ഷൻ ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിലാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വോട്ടേഴ്സ് ലിസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വട്ടം കൂടി പുതുക്കുന്നതാണ്. പുതുക്കൽ പ്രക്രിയ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷന് കടക്കുവാൻ കഴിയും. 2020 ഡിസംബർ 21-നാണ് നിലവിലുള്ള തദ്ദേശ സ്ഥാപന കമ്മിറ്റികൾ നിലവിൽ വന്നത്. ആ കമ്മിറ്റികളുടെ 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്ന ഡിസംബർ 20-ന് മുമ്പായി പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരേ അധികാരങ്ങളാണ് ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ളത്. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും. പ്രത്യേകിച്ചും നവംബർ അവസാന ആഴ്ചയിലേക്കായിരിക്കും എന്നുള്ളതാണോ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ? തയ്യാറെടുപ്പുകൾ എങ്ങനെ? സുജയ പാർവതി, സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞ അന്തിമഘട്ടത്തിലാണ്. ഒക്ടോബർ അവസാനത്തോടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് അത് ചീഫ് ഇലക്ടറൽ ഓഫീസറും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നടന്നു. തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കേണ്ടത് ഡിസംബർ 20-നാണ്. 21-നകം തന്നെ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തേണ്ടതുണ്ട്. കോവിഡ് സമയത്താണ് ഇങ്ങനെ വൈകിയത്. നേരത്തെയൊക്കെ ഒക്ടോബർ 2-നകം പുതിയ ഭരണസമിതി അധികാരത്തിലേൽക്കേണ്ടതാണ്. പക്ഷേ കോവിഡ് സമയത്ത് സമയം നീട്ടിവെക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വൈകി നടത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ഡിസംബർ വരെ സമയം വന്നത്. അതുകൊണ്ട് ഡിസംബർ 20-നകം തന്നെ പുതിയ ഭരണസമിതി അധികാരത്തിലേൽക്കും എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതുകൊണ്ട് തിരക്കിട്ട നടപടികൾ പൂർത്തിയാക്കിയാണ്. വോട്ടർ പട്ടിക പുറത്തിറക്കി കഴിഞ്ഞു. ഇനി ഒരു വട്ടം കൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങും. തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിലാണ്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ സംസ്ഥാനത്ത് നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സുജയ, വിവരങ്ങൾ നൽകിയത് റോഷിപാലാണ്.